ആമേൻ. ഇപ്പൊ ദൈവത്തിന്റെ കൽപ്പന കേട്ടവൻ, ദൈവത്തിന്റെ അരുളപ്പാട് അറിയാവുന്നവൻ ഏതു പ്രലോഭനങ്ങളിൽ വീണിട്ട് ദൈവകൽപ്പനയ്ക്ക് വിരോധമായി കൈനീട്ടുമ്പോൾ യഹോവയായ ദൈവം പറയുന്നത് കണ്ടോ, അവൻ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. നമ്മള് ഗവൺമെന്റ് കോൺട്രാക്റ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ പറയും ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്ട് തീരുന്നതിന് മുമ്പേ നമ്മൾ ജോലി രാജിവെച്ച് അങ്ങ് പോകുകയാണെങ്കിൽ അവർക്ക് ഇത്ര മാസത്തെ ലോസ് ഓഫ് പേ കൊടുക്കണമെന്ന് പറയും. അവർ പറയും ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. ആ കോൺട്രാക്റ്റിനെ വയലേറ്റ് ചെയ്തിട്ടാണ് ഇവർ പോകുന്നത്, അതുകൊണ്ട് അതിനുള്ള നഷ്ടം അവര് തരണമെന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം പറയുന്നു, ഇവരെന്നോട് വിശ്വാസപാതകം പ്രവർത്തിച്ചിരിക്കുന്നു. കണ്ടോ, ഒരു വിശ്വാസം ദൈവവും അവരുമായിട്ടുള്ള, ആദമും ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിൽ അവിടെ നോക്കിക്കേ, ഒരു വിശ്വാസപാതകം, അവിടെ ഒരു വയലേഷൻ, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ദൈവവുമായിട്ടുള്ള എഗ്രിമെന്റിനകത്ത് നോക്കിക്കേ ഒരു വിശ്വാസപാതകം. ആ വിശ്വാസത്തിന് വിരോധമായി, ഇരുവരും തമ്മിലുള്ള ധാരണയ്ക്ക് വിരോധമായി ഒരു കാര്യത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാ പറയുന്നത് എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ പെന്തക്കോസിന്റെ ഈ തലമുറ എന്ന് പറയുന്നത് അപ്പനപ്പൂപ്പന്മാര് വിശ്വാസത്തിൽ വന്നിട്ട് അബദ്ധവശാലാണോ എന്നറിയത്തില്ല, ഇതിനകത്ത് ജനിച്ചു വീണ് സ്വോത്രം പറയാൻ പഠിച്ച്, കൈയടിക്കാൻ പഠിച്ച്, ആരാധിക്കാൻ പഠിച്ച്, നൃത്തം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു തലമുറയാണെങ്കിലും ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിന്റെ ആഴമെന്താണെന്നറിയാതെ നാം ഈ പോക്ക് പോകുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യതയിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയുകയില്ലെന്ന് നാം നന്നായി മനസ്സിലാക്കണം. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസപാതകം കണ്ടോ, ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ ഒരു തെറ്റ് വന്നു. ഉടമ്പടി പാപമെന്ന് പറയുന്നത് എവിടെയാണ്? നിയമം ലംഘിച്ചു, വയലേഷൻ ഓഫ് റൂള്. ഒരു റൂള് വയലേറ്റ് ചെയ്തു, നിയമം ലംഘിച്ചു കഴിഞ്ഞിട്ട് ആ വിശ്വാസം, ധാരണ, ഇരു കക്ഷികളുമായിട്ടുള്ള ആ വിശ്വാസത്തിന്റെ ധാരണയ്ക്ക് മാറ്റം വന്നു. ഇന്നും മാനവരാശിക്ക് പറയാനുള്ള കൊടിയ വഞ്ചനയുടെ കഥയെന്ന് പറയുമ്പോൾ ദൈവമായിട്ടുള്ള വിശ്വാസത്തിൽ, ഉടമ്പടി ബന്ധത്തിൽ ഏദൻ പറുദീസയെ ഉപായത്താൽ ചതിച്ചതുപോലെ ഇന്നും മനുഷ്യനെ ഉപായത്താൽ ചതിച്ച് ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിന് വിഘ്നം വരുത്തുന്ന അന്ധകാര മണ്ഡലങ്ങൾ നമുക്ക് ചുറ്റും താണ്ഡവ നൃത്തമാടുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് പ്രാപിക്കാനാണ് നമിക്കാൻ പറ്റേണ്ടത്. സ്തോത്രം. സ്വോത്രം പറയാൻ ഒത്തിരി പേരുണ്ട്, ഹല്ലേലൂയ പറയാൻ ഒത്തിരി പേരുണ്ട്, പക്ഷേ കൈയടിക്കാൻ എത്ര പേരുണ്ട്? പക്ഷേ ഒരു ലംഘനം അല്ലെങ്കിൽ വയലേഷൻ, ഞാൻ എന്റെ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരാത്മശക്തി ദൈവം എന്റെ മേൽ പകർന്നിരിക്കുന്നെങ്കിൽ അതേ ആത്മശക്തിയോടെ ഈ പാപത്തെ കാൽക്കീഴാക്കി ചതയ്ക്കുവാനുള്ള നോക്കിക്ക് ആത്മശക്തി ജീവിതവ്രതമാക്കുന്ന ഒരു തലമുറയാണ് ഇനി വേണ്ടിയത്. ആമേൻ. ഹല്ലേലൂയ. വളരെ വ്യക്തമായ ദർശനം, നിയോഗം ദൈവം തന്നിട്ടാ ഈ ക്യാമ്പുകൾ നടത്തുന്നത്. ധാരാളമായ പണച്ചെലവ്, ഉറക്കളപ്പ്, അധ്വാനം, യാത്ര, ഇതിന്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തതാ. പക്ഷേ ഒരു തലമുറ നഷ്ടപ്പെട്ട അടുത്ത തലമുറ എന്റെ തമ്പുരാന്റെ സ്വപ്നമാണെങ്കിൽ ഒരു തലമുറയെ തകർക്കുവാൻ ഏദൻ പറുദീസയിൽ വേഷം കെട്ടിച്ചെന്ന് നോക്കിക്കെ ഉപായത്താൽ ചതിച്ചതുപോലെ അടുത്ത തലമുറയെ ചതിക്കുവാൻ, എന്റെ ദൈവത്തോട് വിശ്വാസവഞ്ചന കാണിക്കുവാൻ നോക്കിക്കെ പ്രലോഭനങ്ങളിൽ അകപ്പെടുത്തിക്കളയുന്ന ആ മണ്ഡലത്തെ തകർത്തുകൊണ്ട് അഭിഷേകം എന്ന് പറയുന്ന വെറുതെ ചാടാനല്ല, വെറുതെ മറിയാനല്ല, വെറുതെ നൃത്തം ചെയ്യാനല്ല, ദൈനംദിന ജീവിതത്തിൽ നിന്റെ മുമ്പിൽ വന്നു നിന്ന് നിന്നെ നോക്കിക്കെ പ്രലോഭനത്തിലേക്ക് അകപ്പെടുത്തുവാൻ വേണ്ടി നിന്നെ വശീകരിക്കുവാൻ നിൽക്കുന്ന മണ്ഡലങ്ങളെ തകർക്കുവാനുള്ള ദൈവശക്തിയ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരന്റെ ശൈലി അനുസരിച്ച്
സഭായോഗത്തിന് ഒരു പാട്ട് പാടി, രണ്ടാമത്തെ പാട്ട് രണ്ടാമത്തെ പ്രാവശ്യം പാടി, രണ്ടാമത്തെ പാട്ട് എൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസ മൂന്നാമത് പാടുമ്പോൾ ഒരു കൊച്ചനക്കം വെച്ച് കൈയടിച്ച് കോട്ടുവായിട്ട് സ്വോത്രം പറഞ്ഞ് തുള്ളി മറിഞ്ഞ് പോകുന്നതല്ല അഭിഷേകം. നിന്റെ ദൈനംദിന ജീവിതത്തിൽ നിന്നെ പ്രലോഭനങ്ങളിലേക്ക്, വിശ്വാസ പാതകത്തിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുവാൻ തന്ത്രം കൊണ്ട് മെനയുന്ന പൈശാചിക നുഖങ്ങളെ തകർക്കുവാനുള്ള ദൈവശക്തിയാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി, അതാണ് അഭിഷേകത്തിന്റെ ശക്തി, അതാണ് ആത്മാവിന്റെ ശക്തി. ആമേൻ. ദൈവസ്നേഹത്തെ കുറിച്ച് കർത്താവിന്റെ ദാസൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് 70 വട്ടം ക്ഷമിക്കാൻ പറയുന്നിടത്ത് ഒന്നുപോലും ക്ഷമിക്കാൻ കഴിയാത്ത സ്തോത്രം. നമുക്ക് അഭിഷേകം പറയാൻ എന്താ യോഗ്യത? സ്തോത്രം. ആമേൻ. അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ സ്വന്തം അനുജനെ പോലും സ്നേഹിക്കാൻ മനസ്സില്ലാത്ത നമുക്ക് അഭിഷേകം എന്ന് പറയാൻ എന്താ യോഗ്യത? ആമേൻ. അടുത്ത തലമുറ കസേര കളിക്കാനുള്ള തലമുറയല്ല, പട്ടണങ്ങൾ പിടിക്കാനാണ്, ദേശം പിടിക്കാനാണ്, ദൈവരാജ്യം സ്ഥാപിക്കാനാണ് അടുത്ത തലമുറയെ കൊണ്ട് ദൈവത്തിന്റെ ലക്ഷ്യമെങ്കിൽ ഇവിടെ കസേരയ്ക്കല്ല, ഇവിടെ കസേര വേണ്ട. അവിടെ നിനക്കൊരു ഭവനമൊരുക്കുന്നുണ്ട്, അത് ഉന്നം വെച്ചുകൊണ്ട്. ഇവിടുത്തെ കസേരയ്ക്കല്ല, ഇവിടുത്തെ സ്ഥാനത്തിനല്ല, ഇവിടുത്തെ മാനത്തിനല്ല, നീ ആയിരിക്കുന്ന മണ്ഡലങ്ങൾ നോക്കിക്ക്. അനേക ജീവിതങ്ങൾ പാപത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമ്പോ അവരെ നോക്കിക്ക് അതിൽ നിന്ന് വലിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു കരുത്ത് പ്രാപിക്കാനായി ഈ ക്യാമ്പുകൾ. സ്തോത്രം. നാം ഈ ക്യാമ്പുകളിലായിരിക്കും നമുക്കൊരു ആത്മപരിശോധന വേണം. സ്തോത്രം. ഇവിടെ പത്രോസിനെ കുറിച്ച് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, ഇതെല്ലാം പറയും. എന്താണ് ഈ പത്രോസിന്റെ സാങ്കത്യം? എന്താ? സ്തോത്രം. തെറ്റിപ്പോയി എന്ന് ലംഘനം ചെയ്ത ആദം, വിശ്വാസപാതകം ചെയ്ത ആദം ഒരിക്കൽ പോലും അത് അംഗീകരിച്ചു കൊടുക്കുവാൻ തെറ്റിപ്പോയി. ഞാൻ ദൈവത്തോട് പാപം ചെയ്തെന്ന് പറയുവാൻ ആദമിന് കഴിഞ്ഞില്ല. ആദം പഴി ഹൗവയുടെ മേൽ വെച്ചു, ഹൗവ പാമ്പിന്റെ മേൽ വെച്ചു. പഴി കൈമാറിപ്പോകുമ്പോ ഇന്നും പെന്തക്കോസ് ഗോളത്തിനകത്ത് നോക്കിക്കേ, ഇവിടെ ഡിവോഴ്സ്. എങ്ങനെയാ പെന്തക്കോസിന്റെ അനുഭവം, പെന്തക്കോസിന്റെ കരുത്തുമുള്ളവന് എങ്ങനെയാ ഒരു ഡിവോഴ്സിന് പോകാൻ പറ്റുന്നേ? ആമേൻ. ശരിക്കും പെന്തക്കോസിന്റെ കരുത്ത് എന്താണെന്ന് അറിയുന്ന ഒരു തലമുറ ഇവിടുന്ന് ഇറങ്ങണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നോക്കിക്കേ, വിശ്വാസപാതകം സംഭവിച്ചിടത്ത് അത് ഏറ്റെടുക്കുവാനുള്ള എന്താ ദാവീദും ആദമുമായിട്ടുള്ള വ്യത്യാസം വന്നത്? എവിടെയാ? 51-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയപ്പോൾ ആദം പറഞ്ഞു, നീ എനിക്ക് തുണയായിട്ട് തന്നവൾ അവൾ പറിച്ചു, എനിക്ക് തന്നു, ഞാൻ തിന്നു എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോൾ എന്താ ഈ ദാവീദിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത? ആമേൻ. ദാവീദിന്റെ പ്രത്യേകത എന്താ? എന്റെ ഭാഷയെ ഞാൻ പറയാം, ദാവീദ് ദൈവത്തെ സ്നേഹിച്ചവനാ കേട്ടോ. ദൈവത്തെ സ്നേഹിച്ച ദാവീദിന് ദൈവത്തിന്റെ നോക്കിക്ക് മനസ്സിനൊത്ത ഹൃദയത്തിനൊത്ത പുരുഷനെന്ന് ഹോവിയായ ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ മനസ്സറിയാമെന്ന ദാവീദ് പറഞ്ഞു, ഞാൻ പാപം ചെയ്തത് ഊരിയാവിനോടല്ല, ബത്ശേബയോടല്ല, ഞാൻ പാപം ചെയ്തത് എന്റെ ദൈവത്തോട്. ആമേൻ. നാം ദൈവസ്നേഹം പറഞ്ഞപ്പം ദൈവസ്നേഹത്തിന് 2 മണ്ഡലങ്ങളുണ്ട്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതിനോട് ഞാൻ ചേർത്ത് പറയാ. ഒന്ന്, നമ്മൾ തിരിച്ചറിയുന്നു ദൈവം നമ്മെ സ്നേഹിച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന ദൈവം കണ്ടോ, സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി തരാൻ തക്കവണ്ണം നമ്മെ അവൻ സ്നേഹിച്ചു. ഒന്ന്, അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണെന്നുള്ള തിരിച്ചറിയല്. സ്തോത്രം. രണ്ടാമത്തെ മണ്ഡലത്തിൽ ജീവൻ വെച്ച് തന്ന കർത്താവിനെ പ്രാണനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവസ്നേഹം നാം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ആകാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ എന്റെ ദൈവത്തോട് ഞാൻ അത് ചെയ്തു.